ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഹരേ. ഈ ശ്രീ ചൈതന്യ മഹാപ്രഭു. ഹരേ കൃഷ്ണ. ഇപ്പം കേൾക്കാലോ പ്രഭു? ഒന്നല്ലോ. ക്ലിയർ ക്ലിയർ. ഓക്കെ, ശരി. അപ്പം ഞാൻ പ്രഭു, എനിക്കറിയില്ല ഞാൻ ഇപ്പം ടോപ്പിക് എടുക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു ഓവർവ്യൂ ആയിട്ട് തന്നാലോ? ഫസ്റ്റ് ക്യാൻഡോയിലെ സെക്കൻഡ് ചാപ്റ്റർ ഭാഗവതം ഒരു ഓവർവ്യൂ, ഒരു ലാഡർ ഉണ്ട്, അത് ഡിസ്കസ് ചെയ്താലോ? അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ അവരെങ്കിലും? ഇല്ല ഇല്ല, ഇതുവരെ ചെയ്തില്ല. ഇല്ലല്ലോ. ചെയ്തേക്കാം. താങ്ക് യു. ഓക്കെ. അപ്പം ഇന്ന് ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ക്യാൻഡോ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു ഓവർവ്യൂ പോലെ ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് നല്ലൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രഷൻ ഓഫ് ഭക്തി പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് ശ്ലോകം ചൊല്ലിയിട്ട് പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേത്. ശൃണ്വതാം സ്വഗതാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന. ഹൃദയന്തസ്ഥോ ഹി അഭദ്രാണി വിധിനോതി സുഹൃത്സദാം. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭഗവതീ നൈഷ്ഠികീ. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ പറഞ്ഞ ശ്ലോകങ്ങളെല്ലാം തന്നെ സെക്കൻഡ് ചാപ്റ്ററിലുള്ള ശ്ലോകങ്ങളാണ്. നമ്മൾ എന്നാലും ഒരു ശ്ലോകം വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്യാൻഡോയിൽ ആക്ച്വലി സുഖദേവ് ഗോസ്വാമി സൂത ഗോസ്വാമി സംസാരിച്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പം ക്വസ്റ്റ്യൻസ് നൈമിഷാരണ്യത്തിലുള്ള ഋഷിമാർ 6 മെയിൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിന് ഉത്തരം ആദ്യമേ അവരെ പ്രശംസിച്ചതിന് ശേഷം, കാരണം എന്താണോ ചോദിച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ വേറൊരാളെ കാണുമ്പോൾ സാധാരണ ചോദിക്കുന്നത് എങ്ങനെയുണ്ട്, ജീവിതം എങ്ങനെയുണ്ട്, എത്ര പൈസ ഉണ്ടാക്കി, മക്കളെല്ലാം സുഖമാണോ, ഭാര്യ സുഖമാണോ, ഭർത്താവ് സുഖമാണോ, അച്ഛനമ്മമാർ സുഖമാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം സൂതഗോസ്വാമി പറയണത് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് വളരെ വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. മനുഷ്യ മനുഷ്യ കുലത്തിന് തന്നെ ഏറ്റവും നല്ല ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് പുള്ളിക്കാരൻ നാരായണ നമസ്കൃത്യ ശ്ലോകം പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം പറയുന്നത് 6ാമത്തെ ശ്ലോകമാണ്. ഒരു പ്രാവശ്യം വായിക്കാം, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിർ അധോക്ഷജേ അഹൈതുകീ അപ്രതിഹത യയാത്മാ സുപ്രസീദതി. ഇവിടെ മലയാളം വിവർത്തനം വായിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. വായിക്കാം പ്രഭു. ആറാമത്തെ വിവർത്തനം പറയാം. ഭഗവതേ വാസുദേവായ. വിവർത്തന ശ്രീല പ്രഭുപാദ് കി ജയ്. സർവാതിശായിയായ ഭഗവത് ഭക്തിയുത സേവന പ്രാപ്തിയാണ് സമസ്ത മനുഷ്യരാശിയുടെയും പരമധർമ്മം. അത്തരം ഭക്തിയുത സേവനം നിശ്ചയമായും അഹൈതുകവും നിർവിഘ്നവും ആത്മാവിനെ പൂർണ്ണമായും സംതൃപ്തമാക്കുന്നതും ആയിരിക്കണം. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ പറഞ്ഞത് നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഓടുകയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് സുപ്രീം ഒക്കുപേഷൻ, പരമമായിട്ടുള്ള കർത്തവ്യം, മനുഷ്യരുടെ കർത്തവ്യം എന്താണ്? ഭഗവാന്റെ ഭക്തി കിട്ടുക എന്നുള്ളതാണ്. ഭക്തിയുത സേവനം നേടുക, അല്ലെങ്കിൽ ഭക്തിയുത സേവനം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഭക്തിയുത സേവനം, അതിൽ 2 കണ്ടീഷൻസാണ് പറയുന്നത്. അൺമോട്ടിവേറ്റഡ്, അൺഇൻറ്ററപ്റ്റഡ്. അതായത് അതിന് ഒരു ഫലേച്ഛയും ഇല്ലാതെയായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ അൺഇൻറ്ററപ്റ്റഡ് എന്ന് പറഞ്ഞാൽ യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ, നിർവിഘ്നം, ഒരു ആശയും ഇല്ലാതെ, ഒരാഗ്രഹവും ഇല്ലാതെ, നിർവിഘ്നം, ആശയില്ലാതെ ചെയ്തിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉദ്യോഗത്തെക്കുറിച്ച് സൂതഗോസ്വാമി ഇവിടെ പറയുന്നത് നോക്കും. നമ്മുടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉദ്യോഗം എന്ന് പറയുന്നത് ഇപ്പം ചിലപ്പം ഒരു ബിസിനസ്സുകാരനാവുന്നതിനോ, ഡോക്ടർ ആവുന്നതിനോ, എഞ്ചിനീയർ ആവുന്നതിനോ, പൈസ ഉണ്ടാക്കുന്നതിനോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് ഇതൊന്നും അല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉദ്യോഗം.
എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഭക്തിയുത സേവനം നേടുക എന്നുള്ളത്. ഭക്തിയുതമായിട്ടുള്ള എന്തെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇനി വന്നിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഈ ഭാഗവതം പറയണത് കേട്ടിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. അതായത് ഭക്തിയുത സേവനം ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്ത ശ്ലോകം നമുക്ക് വായിച്ചു പോകാം. ഞാൻ പറഞ്ഞ പോലെ ഓവർവ്യൂ കാരണം വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ശ്ലോകങ്ങൾ വായിച്ചു പോകേണ്ടി വരും. അപ്പം ശ്ലോകം വായിക്കുന്നില്ല, ഞാൻ വിവർത്തനം വായിക്കണേ. ഇപ്പം ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മാതാജി വിവർത്തനം ഒന്ന് വായിക്കോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. വിവർത്തന ശ്രീല പ്രഭുപാദ് കീ ജയ്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെ അഹൈതുക ജ്ഞാനവും വൈരാഗ്യവും തൽക്ഷണം ഒരാൾ ആർജിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരി ഹരേ ബോൽ, ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ആദ്യത്തെ 6ാമത്തെ ഇതില് ഭക്തിയുത സേവനം ആണ് ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം, പരോധർമ്മോ എന്ന് പറഞ്ഞു. പരധർമ്മം എന്ന് വെച്ചാൽ യഥോ ഭക്തിർ അധോക്ഷജെ, അധോക്ഷജന്റെ അടുത്തുള്ള ഭക്തി അതാണ് അൾട്ടിമേറ്റ്. അതിനുള്ള ക്വാളിഫിക്കേഷനും പറഞ്ഞു. അഹൈതുകിയായിരിക്കണം, അപ്രതിഹതയായിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതായത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടും അൺമോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ മനസ്സിന് സുപ്രസീതതി, ആത്മാ സുപ്രസീതതിയാവും. അങ്ങനെയുള്ള ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? 7ാമത്തെ വേഴ്സിൽ പറയുന്നു. എന്താണ്? അങ്ങനെ ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഒരാൾക്ക് കോസ്റ്റ്ലെസ് ആയിട്ടുള്ള നോളജും ഡിറ്റാച്ച്മെൻറ്റും കിട്ടും. അതായത് ജ്ഞാനവും വൈരാഗ്യവും കിട്ടും. അത് ആസുവൈരാഗ്യം, അതായത് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടതിന് ഫലമായിട്ട് കിട്ടുന്ന അറിവല്ല. ഭക്തിയുത സേവനം ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഇന്ന അയാൾ ഭക്തിയുത സേവനം ചെയ്തു, അതുകൊണ്ട് ഇന്ന ഇത്രയും ഭക്തിയുത സേവനം ചെയ്തു, അതുകൊണ്ട് ഇത്രയും അറിവ് കൊടുക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ കൊടുക്കുന്നതല്ല. ഭക്തിയുത സേവനം ചെയ്യുന്നയാൾക്ക് ഭഗവാൻ അകാരണമായിട്ട് കിട്ടുന്ന അറിവാണ്. അതിനൊരു റീസൺ ഇല്ല, ഭഗവാന്റെ മെർസി മാത്രമേ ഉള്ളൂ. അങ്ങനെ അറിവ് കിട്ടുകയും അറിവിൻ്റെ കൂടെ അറിവ് മാത്രമല്ല കിട്ടുന്നത്, വൈരാഗ്യം, അത് കഴിഞ്ഞിട്ടാണ് വൈരാഗ്യവും ജ്ഞാനവും കിട്ടും. വൈരാഗ്യം കൊടുക്കുകയും ചെയ്യും ഭഗവാൻ. എന്തിൻ്റെ വൈരാഗ്യം? ഈ ഭൗതിക ലോകത്ത് നിന്നും. ഇനി അങ്ങനെ ഭക്തിയുത സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നയാൾക്ക് എന്ത് സംഭവിക്കുന്ന അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. മാതാജി ഒന്ന് വായിക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം വിവർത്തന ശ്രീല പ്രഭുപാദ് കീ ജയ്. പരമദിവ്യോത്തമ പുരുഷന്റെ സന്ദേശങ്ങളെ കുറിച്ചുള്ള ഉചിതമായ അന്വേഷണങ്ങളെ ഉത്തേജിപ്പിക്കാത്തവയാണ് ഒരാൾ അനുഷ്ഠിക്കുന്ന ധർമാനുസൃതമായ കർമ്മങ്ങളെങ്കിൽ അവയൊക്കെ വെറും ഉപയോഗശൂന്യമായ പരിശ്രമങ്ങളാകുന്നു. ഹരേ കൃഷ്ണ. ഹരി ബോൽ. അതായത് പക്ക നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ മനസ്സിൽ അല്ലെങ്കിൽ നെഞ്ചി കുത്തിക്കൊണ്ട് തന്നെയാണ് സൂത ഗോസ്വാമി പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ടീച്ചറാവാം, ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ കടയിലുള്ള ആളായിരിക്കാം, കൂലിപ്പണിക്കാരനാവാം, എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ വേസ്റ്റ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. എന്തിന്? കാരണം എന്താ? വേസ്റ്റാണ്. അഥവാ നമ്മൾ അത് ചെയ്തിട്ട് ഭക്തിയുത സേവനത്തിലോട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് അല്ല. അതായത് ഒരു പ്രവൃത്തി, നമ്മൾ ജോലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന ജോലി നമ്മളെ ഭഗവാന്റെ അടുത്തോട്ട് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിനെ ഭഗവാന്റെ അടുത്തോട്ട് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ജോലിയാണെന്ന് പറയാം. അല്ലെങ്കിൽ അത് വെറും വേസ്റ്റ് ലേബർ ആണെന്നാണ് പറയുന്നത്. എത്രമാത്രം ഒരു പണം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഭൗതികമായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരാളുടെ നെഞ്ചി കുത്തുന്ന രീതിയിലാണ് സൂതഗോസ്വാമി സംസാരിക്കുന്നത്. ഓക്കെ. കാരണം ഇതിന് റീസൺ ആയിട്ട് പറയുന്നത് അടുത്ത ശ്ലോകമാണ്. 9ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 9ാമത്തെ ശ്ലോകം. വിവർത്തന അഖില കർമ്മങ്ങളും നിശ്ചയമായും പരമമുക്തിയെ ഉദ്ദേശിച്ചിട്ടുള്ളതാകുന്നു. ഭൗതിക നേട്ടങ്ങൾക്കായി അവ ഒരിക്കലും അനുഷ്ഠിക്കരുതെന്ന് മാത്രമല്ല, ഋഷിശ്രേഷ്ഠന്മാരുടെ മതമനുസരിച്ച് പരമധർമ്മ നിരതനായ ഒരുവൻ ഒരിക്കലും ഭൗതിക നേട്ടങ്ങളെ ഇന്ദ്രിയ സംതൃപ്തിക്കായി ഉപയോഗിക്കരുത്. ഹരേ. അതായത് നമ്മുടെ ഇത് അടുത്ത ഒരു കുത്തലാണ്. സൂതവംശം എന്ത് ഒരു പ്രാവശ്യം കുത്തി, അത് കഴിഞ്ഞിട്ട് പിന്നെ കത്തി എടുത്തിട്ട് ഒന്നുകൂടെ കുത്താന്നുണ്ട്, ഒന്നുകൂടെ കുത്താണ് ചെയ്യുന്നത്. ഭൗതികമായിട്ട് വാദികളുടെ നെഞ്ചിൽ എന്താ പറയണത്? ഇവിടെ ഒരു പ്രവൃത്തി, ഒരു ഉദ്യോഗം ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉദ്യോഗവും അതാണ് പ്രത്യേകിച്ച് ഓൾ ഒക്കുപ്പേഷണൽ എൻഗേജ്മെന്റ്സ് എന്നാണ്. എല്ലാ ഉദ്യോഗം
ഉദ്യോഗത്തിനുള്ള നമ്മൾ ഉദ്യോഗം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന, അതായത് ജോലി എന്ന് പറയണ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റി ഉണ്ടോ അത് എല്ലാം തന്നെ അൾട്ടിമേറ്റ് മോക്ഷത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അത് ഒരിക്കലും ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയണത് സേജസിന്റെ അനുസരിച്ച് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒക്യുപ്പേഷണൽ സർവീസ് ചെയ്യുന്നത് ഒരിക്കലും, അതായത് ഭക്തിയുത സേവനം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു ബെനിഫിറ്റും ചോദിക്കരുത്, ബെനിഫിറ്റും ഉദ്ദേശിക്കരുത്. നമുക്ക് ഇത് നമ്മളെ പോലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ഭക്തന്മാർക്കുള്ള ഒരു വാണിംഗ് ആണ്. അതായത് നമ്മൾ പലരും ഭക്തിയുത സേവനത്തിൽ വരുന്നത് തന്നെ പ്രശസ്തിക്ക്, ഫോളോവേഴ്സ്, എനിക്ക് ഇത്രയും ശിഷ്യന്മാരുണ്ട്, എനിക്ക് ഇത്രയും പേരും പ്രശസ്തി കിട്ടും. ഉദാഹരണത്തിന് ഇപ്പം ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നു, അതുകൊണ്ട് ഇപ്പം ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ട് എനിക്ക് ആൾക്കാർ പൈസ തരും, അല്ലെങ്കിൽ ധനമായിട്ട് സഹായിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക സമ്മാനമായിട്ട് സഹായിക്കാം. ഞാൻ ഇതിൽ നമ്മൾ സാധാരണ അറിയാലോ, ഒരു പൂജ നടത്തി കഴിഞ്ഞാൽ ബ്രാഹ്മണർ പൂജ നടത്തുന്നതിലായിരിക്കും പകുതി ശ്രദ്ധയെ കാണും, പക്ഷെ ബാക്കിയുള്ളവരുടെ പകുതി അല്ലെങ്കിൽ മുക്കാൽ ശ്രദ്ധയും എത്രയാണ് ദക്ഷിണ ഈ യജമാനൻ തരാൻ പോണത് എന്നുള്ളതിലായിരിക്കും. അപ്പൊ ഈ ആ ഒരു ചിന്തയുടെ ആവരുത് നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുന്നത്. ഭഗവാന്റെ സേവ ചെയ്യുമ്പം ഭഗവാന്റെ സേവനം ചെയ്യണ എന്തിനാണെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് വേണ്ടത് ഭഗവത് സേവനത്തിന്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആത്മാവിനെ തൃപ്തിപ്പെടുത്താനും. ആത്മാവിനെ തൃപ്തിപ്പെടുത്തണമെങ്കിലും അതിനുവേണ്ടി മാത്രമേ ചെയ്യാവൂ. ഫസ്റ്റ് കറക്റ്റ്. പിന്നെ അതിന് ക്വാളിഫിക്കേഷൻ എന്താ, എങ്ങനെയൊക്കെ ആയിരിക്കണം ചെയ്യണമെന്നാ പറഞ്ഞത്? ഫലേച്ഛ കൂടാതെ ഭക്തി ആ, ചെയ്യണം. ഫലേച്ഛ കൂടാതെ ചെയ്യണം. പിന്നെ നിർവിഘ്നം, ഒരു സ്റ്റോപ്പിംഗ്, ഒരു ഇടയ്ക്ക് ഇന്ന് രാവിലെ മംഗളാരത്തി ചെയ്തു, നാളെ മംഗളാരത്തി ചെയ്തില്ല, മറ്റന്നാൾ മംഗളാരത്തി ചെയ്തു, അങ്ങനെ ആവരുത്. ഇന്ന് 16 റൗണ്ട്സ് ചെയ്തു, മറ്റന്നാൾ ചെയ്യരുത്, നാളെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ചെയ്യുന്നില്ല, അങ്ങനെ ആവരുത്. എല്ലാ ദിവസവും ഒരേ ഇതായിരിക്കണം. അതാണ് നിർവിഘ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇതുകൊണ്ട് അതിന്റെ ഉദ്ദേശം എന്തായിരിക്കണം? ഭക്തിയുത സേവനം ചെയ്യുന്നത്, ഞാൻ ഇപ്പൊ ക്ലാസ് തരുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കണം? ആത്മാവിനെ തൃപ്തിപ്പെടുത്താനായിരിക്കണം, ഭഗവാനെ തൃപ്തിപ്പെടുത്താനായിരിക്കണം. അല്ലാതെ ഇതിനകത്ത് ഞാൻ പൈസ ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ ചാൻഡിങ് ചെയ്ത് ഞാൻ നിൽക്കുമ്പോൾ ജീവിക്കുമ്പം ഞാനൊരു സാധുവാണെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ സന്യാസിയാണെന്ന് വിചാരിച്ച് ആൾക്കാർ വന്ന് ദാനധർമ്മങ്ങൾ കിട്ടും എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. അല്ലെങ്കിൽ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലും ആകരുത്. എന്തായിരിക്കണം ലക്ഷ്യം? ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം സേവ ചെയ്യുക. ഈവൻ ഭക്തിയുത സേവനം ചെയ്യുന്നതിൻ്റെ കാര്യം പറയുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞു, നമ്മളെ ഒരു ജീവന് 2 തരത്തിലുള്ള ഡ്യൂട്ടി ഉണ്ട്. നിത്യധർമ്മവും നമ്മുടെ ധർമ്മവും ഉണ്ട്. അപ്പൊ നിത്യധർമ്മത്തില് ഭഗവാനെ സേവിക്കുക, അപരാധർമ്മത്തില് എന്താ പറയണ ധർമ്മ നമ്മുടെ ഏത് വർണ്ണാശ്രമ ധർമ്മത്തിലാണോ നിൽക്കുന്നത് അതനുസരിച്ച് നമുക്ക് ചെയ്യേണ്ട ജോലിയുണ്ട്. ഈ ചെയ്യുന്ന ജോലിയും ഭഗവാനെ സേവിക്കാനുള്ള താല്പര്യം ജനിപ്പിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ ചെയ്യുന്ന ജോലി, വർണ്ണാശ്രമത്തിൽ ചെയ്യുന്ന ജോലി പോലും നമ്മളെ മുക്തിയിലോട്ട്, ഭഗവാന്റെ മുക്തിയിലോട്ട്, ഭഗവാന്റെ അടുത്തുള്ള മുക്തിയിലോട്ട് എത്തിപ്പിക്കുന്നതായിരിക്കണം. അല്ലാതെ അതുപോലും ജോലി പോലും പൈസയെ ഉദ്ദേശിച്ച് ചെയ്യരുത് എന്നാണ് പറയണത് ഇവിടെ. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു മെസ്സേജാണ് ഇവിടെ സൂതഗോസ്വാമി തരുന്നത്. അടുത്തത് ഒന്നുകൂടെ സൂതഗോസ്വാമി വളരെ നിർബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. മാതാജി 10ാമത്തെ ഒന്ന് വായിക്കാമോ? ശ്ലോകം 10 വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ജീവിത അഭിലാഷങ്ങളെ ഒരിക്കലും ഇന്ദ്രിയ സംതൃപ്തിയിലേക്ക് തിരിച്ചുവിടരുത്. ശാരീരിക സൗഖ്യത്തിനുപരിയായി മറ്റൊന്നും തന്നെ ആഗ്രഹിക്കരുത്. കാരണം മനുഷ്യജന്മം നിരപേക്ഷ സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മുടെ പ്രവർത്തന ലക്ഷ്യം മറ്റൊന്നും തന്നെ ആവരുത്. ഹരേ കൃഷ്ണ. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് സൂതഗോസ്വാമിക്ക് പറയാൻ പറ്റത്തില്ല. ലൈഫ്സ് ഡിസൈർ ഷുഡ് നെവർ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും സ്വന്തം ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ആകരുത്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം. നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി വരുമ്പം അത് കാമവും, ഭഗവാന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി വരുമ്പം അത് സേവയുമാവും. സിമ്പിളായിട്ട് പറഞ്ഞ, നമ്മളെ വിശക്കുന്നു,
അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണേ അതിനു മുമ്പ് ഭഗവാനെ കൊണ്ട് പ്രസാദം ഓഫർ ചെയ്യുന്നു. അത് ഒരു ലെവലിൽ നല്ലതാണ്. പക്ഷേ അത് നമ്മുടെ കാമമാണ്. നമുക്കിഷ്ടമുള്ള ആഹാരം ഓഫർ ചെയ്യും, നമുക്കിഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കും. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കണം, ഭഗവാൻ ഇന്ന് എന്താണ് ഇഷ്ടം, ഭഗവാൻ എന്താണ് കൊടുത്താലാണ് ഭഗവാന് സംതൃപ്തനാവുന്നത്. ആ ആഹാരം ഉണ്ടാക്കിയിട്ട് അത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കഴിക്കുക. അതാണ് ശരിക്കുള്ള ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ബാക്കിയെല്ലാം തന്നെ കാമമാണ്. ബാക്കിയുള്ളതെല്ലാം ഭക്തിയുത സേവനമായിട്ട് മാറുകയും ചെയ്യും. ഇനി അപ്പോൾ ചിലർ പറയും, അയ്യോ അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, മനുഷ്യരല്ലേ, മനുഷ്യ ശരീരം കിട്ടി, മനുഷ്യ ശരീരം മെയിൻറ്റെയിൻ ചെയ്യണ്ടേ എന്ന് ചോദിക്കും. അപ്പോഴവിടെയാണ് അടുത്ത ലൈൻ പറയുന്നത്, ഒരു സാധാരണ ഒരു വ്യക്തി ജീവിക്കുമ്പം ഒരു ഹെൽത്തി ലൈഫ് വേണം. അല്ലെങ്കിൽ ജീവിതത്തെ ഈ ശരീരത്തിൽ വെക്കത്തക്ക രീതിയിലുള്ള മിനിമം ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ്, മിനിമം ആയിട്ടുള്ള ആഗ്രഹങ്ങളെ പാടുള്ളൂ. പക്ഷേ കാരണം അതെന്താണ്, മനുഷ്യജന്മം എന്ന് പറയുന്നത്, മനുഷ്യജന്മത്തിൽ ഈ ശരീരം തന്നേക്കുന്നത് സ്വത്ത് സമ്പാദിച്ച് പണക്കാരനായി എൻജോയ് ചെയ്ത് ലാവിഷായിട്ട് ജീവിക്കാനല്ല. ഭഗവാന്റെ അബ്സല്യൂട്ട് ട്രൂത്ത്, അതായത് എന്താണോ അബ്സല്യൂട്ട് ട്രൂത്ത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്ലോകമാണ്. പക്ഷെ ആ അബ്സല്യൂട്ട് ട്രൂത്ത് അല്ലെങ്കിൽ പരമായിട്ടുള്ള സത്യത്തെ മനസ്സിലാക്കാനാണ് മനുഷ്യജന്മം, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അത് പ്രത്യേകം അടുത്ത ലൈനിൽ പറയുന്നത്, നത്തിങ് എൽസ് ഷുഡ് ബി ദി ഗോൾസ് ഓഫ് വൺസ് വർക്ക്. അതായത് ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഭഗവാനെ സേവിക്കുക എന്നുള്ളതായിരിക്കണം, അല്ലാതെ വേറെ ഒന്നും തന്നെ ആവരുത്. എൻ്റെ ഇതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്നും പൈസ കിട്ടി എൻ്റെ വയറ് നിറയ്ക്കാമെന്നോ എൻ്റെ കുടുംബത്തിൻ്റെ നിറയ്ക്കാമെന്നോ അതാവരുത് ലക്ഷ്യം. ഒരാളുടെ മിനിമം ആയിട്ടുള്ള ആവശ്യത്തിന് ജോലി ചെയ്തതിന് ശേഷം ബാക്കി എല്ലാം തന്നെ നമ്മൾ ഭഗവത് സേവയ്ക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് മിനിമം ഒരു സ്റ്റാൻഡേർഡാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. കാരണം ഇതിനു മുമ്പ് പറഞ്ഞു ഒന്നും തന്നെ ഉപയോഗിക്കരുത്. പക്ഷെ അങ്ങനെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു മിനിമം കുറച്ചൊരു ലീനിയൻസി കാണിക്കുകയാണ് ഇവിടെ, അല്ലെങ്കിൽ കുറച്ചൊരു ഇളവ് കൊടുക്കുകയാണ് സൂത ഗോസ്വാമി ഇവിടെ ചെയ്യുന്നത്. ഇനി അടുത്ത ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ശ്ലോകമാണ്. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. മാതാജി ഒന്ന് വായിക്കാം പ്രവർത്തനം. കൃഷ്ണ. ശ്ലോകം 11. വിവർത്തന ശ്രീല പ്രഭാത് കീജയ്. നിരപേക്ഷ സത്യം ഗ്രഹിച്ച ജ്ഞാനിയായ അതീന്ദ്രവാദികൾ ഈ അദ്വൈത സത്യത്തെ ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ സംബോധന ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഇതാണ് ഇവിടെ പരമാത്മാവിനെ കുറിച്ച് അന്വേഷിച്ച് പോകുന്ന ആൾക്കാർ, മനസ്സിലാക്കിയ ആൾക്കാർ അതിനെ 3 ലെവലിൽ പറയുന്നുണ്ട്: ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ. ഇതിനെക്കുറിച്ച് പലരും എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് ഞാനത് വളരെ സ്പീഡിൽ പോകുന്നു. ഇതിനൊരു ഉപമയായിട്ട് സാധാരണ പറയുന്നത് സൂര്യഭഗവാനാണ്. സൂര്യഭഗവാന്റെ വെളിച്ചം നമ്മുടെ റൂമിൽ എത്തുമ്പോൾ നമ്മൾ പറയും സൂര്യൻ അകത്ത് മുറിയിലുണ്ട്, ജനലടക്കി അല്ലെങ്കിൽ കർട്ടൻ ഇടുന്നു പറയും, ഭയങ്കര സൂര്യനാണെന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ സൂര്യനെ ഉപമിക്കുന്നത്, സൂര്യൻ ഇവിടെ വന്നിട്ടില്ല, സൂര്യദേവൻ വന്നിട്ടില്ല, സൂര്യൻ്റെ രശ്മിയാണ് വന്നത്. അങ്ങനെ അതേപോലെ ഭഗവാന്റെ തേജസ്സിനെയാണ് ബ്രഹ്മൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സൂര്യനിലോട്ട് നോക്കുമ്പോൾ ഒരു ഗ്ലോബ് കാണാം, ഒരു സർക്കിൾ കാണാം. അതിനെ നമ്മൾ സൂര്യൻ എന്ന് വിളിക്കും, ആ വെളിച്ചത്തെയും വിളിക്കും, ആ സർക്കിളിനെയും വിളിക്കും. അതേപോലെ ഭഗവാന്റെ സൂര്യൻ ആ ഗോളമാണെന്ന് മനസ്സിലാക്കുന്നത് പോലെയാണ് ഭഗവാന്റെ പരമാത്മ ഫീച്ചർ എന്ന് പറയുന്നത്. പരമാത്മ ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ഫീച്ചറിനെയാണ് പരമാത്മ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, നമ്മൾ സൂര്യഭഗവാനെ കുറിച്ച് നമ്മൾ സ്ക്രിപ്റ്റേഴ്സിലും ഇൻ കേസ് നമ്മൾ സൂര്യഗോളത്തിൽ പോകാൻ പറ്റുമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഭഗവാനെ, വിവസ്വാനെ നമ്മൾ നേരിട്ട് കാണും. വിവസ്വാൻ എങ്ങനെയാണ് രഥത്തിൽ ഇരിക്കുന്നതെന്നും ആരാണെന്നും ഭാര്യ ആരാണെന്നും മക്കളാരാണെന്നും റിലേറ്റീവ്സ് ആരാണെന്നൊക്കെ മനസ്സിലാക്കി ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഭഗവാൻ റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഭഗവാൻ ആരാണെന്നും, ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നും, ഭഗവാന്റെ കൂട്ടുകാരാരാണ്, അച്ഛനമ്മമാരാരാണ്, ഭാര്യ ആരാണ്, പ്രിയതമ ആരാണ്, ഇവരെല്ലാം മനസ്സിലാക്കി പേഴ്സണലായിട്ട് ഭഗവാനായിട്ട് റിലേറ്റ് ചെയ്യുന്നതിന് ആ റിലേഷൻഷിപ്പിനെ ഭഗവാൻ റിയലൈസേഷൻ എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണോ സൂര്യൻ്റെ റിയലൈസേഷൻ, ആദ്യമേ സൂര്യരശ്മി ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ ഗോളം, തേർഡ് ലെവൽ ഭഗവാൻ വിവസ്വാൻ ഉണ്ട് എന്നുള്ളത് പറയുന്നത് പോലെ ഇവിടെ
ഏറ്റവും ആദ്യത്തെ റിയലൈസേഷനാണ് ബ്രഹ്മൻ റിയലൈസേഷൻ. ബ്രഹ്മൻ റിയലൈസേഷൻ എന്ന് വെച്ചാൽ ഭഗവാന്റെ ബ്രഹ്മജ്യോതി. രണ്ടാമത്തെ പരമാത്മ റിയലൈസേഷൻ. പരമാത്മ റിയലൈസേഷൻ എന്ന് പറയുന്നത് യോഗികൾ ചെയ്യുന്നതാണ്. ഭഗവാനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നതായിട്ട് ഭഗവാനെ ചതുർബാഹുവായിട്ട് കാണുന്നതാണ് പരമാത്മ റിയലൈസേഷൻ. മൂന്നാമത്തെ ലെവലാണ് ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ ആരാണെന്നും ഭഗവാനായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മൾ പോവുകയും ചെയ്യുക. അതിനാണ് ഭഗവാൻ റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും വളരെ സ്പീഡിലാണ് പോയത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? പ്രഭുജി അങ്ങ് വളരെ ക്ലിയർ ആയിട്ടാ പറഞ്ഞത്. മനസ്സിലായി. നല്ല നല്ല ഉദാഹരണത്തിലൂടെയാ പറഞ്ഞത് പ്രഭു. ഓക്കെ ഒരുപാട് മനസ്സിലായി. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, അടുത്തത്. ഇനി ഇപ്പം ഡിവോഷണൽ സർവീസ് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡിവോഷണൽ സർവീസ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഡിവോഷണൽ സർവീസിൽ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ഡിവോഷണൽ സർവീസ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് പറഞ്ഞു. എന്താണ് അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു സൂത ഗോസ്വാമി. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഈ നോളജും ജ്ഞാനവും വൈരാഗ്യം വെച്ച് എന്താണ് ചെയ്യാൻ പോണേ എന്നുള്ള അടുത്ത സ്റ്റെപ്പാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാണ്. മാതാജി 12th വേഴ്സ് ഒന്ന് വായിക്കും. ശ്ലോകം 12. വിവർത്തന ശ്രീല പ്രഭാത് കീഴ്. ജ്ഞാനത്താലും വൈരാഗ്യത്താലും പൂർണ്ണ സജ്ജനായ ഗൗരവമുള്ള ജിജ്ഞാസുവായ വിദ്യാർത്ഥി അഥവാ മുനി വേദാന്ത ശ്രുതിയിലൂടെ താൻ ശ്രവിച്ചതെന്തോ അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെ ആ നിരപേക്ഷ സത്യത്തെ സാക്ഷാത്കരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് എന്താണെന്നാണ്. ഒരു വളരെ ഇൻക്യൂസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ സേജ്, സന്യാസി, ആരെങ്കിലും ആട്ടെ, ഒരു ഭക്തിയുത സേവനം ചെയ്യുന്നയാൾ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് സ്വന്തം ഇഷ്ടമനുസരിച്ചല്ല പോണത്. വേദാന്ത ശ്രുതികളിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അത് മനസ്സിലാക്കി, അപ്പം ഭക്തിയുത സേവനം ചെയ്യുന്നത് വഴി കിട്ടുന്ന നോളജും അകാരണമായിട്ടുള്ള ഭഗവാന്റെ അകാരണമായിട്ടുള്ള മേഴ്സി കാരണം കിട്ടുന്ന നോളജും വൈരാഗ്യവും കാരണം ഭഗവാനെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. എങ്ങനെ? ഭക്തിയുത സേവനം വഴി. അത് എങ്ങനെയുള്ള ഭക്തിയുത സേവനമാണ്? വേദാന്ത ശ്രുതികളിൽ പറഞ്ഞേക്കുന്നത്. സ്വന്തം ഇഷ്ടമനുസരിച്ച് എനിക്ക് ഇന്ന് വ്യാഴാഴ്ച വ്രതം ചെയ്യണം, എനിക്ക് ഇന്ന് വെള്ളിയാഴ്ച വ്രതം ചെയ്യണം, ബുധനാഴ്ച വ്രതം ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്ന പോലെ അങ്ങ് ചെയ്യുകയല്ല. എന്താണോ ഭക്തിയുത സേവനത്തിൽ വേദാന്ത ശ്രുതിയിൽ പറഞ്ഞേക്കുന്നത്, അതായത് വേദങ്ങൾ എന്താണോ പറഞ്ഞേക്കുന്നത് അതനുസരിച്ചുള്ള വ്രതങ്ങളും അതനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങളും ചെയ്യുന്നത് വഴി കിട്ടുന്ന നോളജും ജ്ഞാനവും വൈരാഗ്യവും വഴി ഭഗവാനെ, ഈ നേരത്തെ പറഞ്ഞ വദന്തി തത്വവിധ തത്വം എന്ന് പറഞ്ഞ ആ പൂർണ്ണ തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നു. ആർക്ക് പറ്റുന്നു? ഇങ്ങനെ ഇത്രയും ക്വാളിഫിക്കേഷനുള്ള അഹൈതുകി അപ്രതിഹതയായിട്ട് ചെയ്യുന്ന ഡിവോഷണൽ സർവീസ് ചെയ്യുന്ന, വേദാന്ത ശ്രുതി അനുസരിച്ച് ചെയ്യുന്ന, വേറെ ഒരു താല്പര്യവും വേറെ ഒരു ഭൗതികമായിട്ടുള്ള താല്പര്യവും ഇല്ലാതെ എല്ലാം ചെയ്യുന്നത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുകയും ഭഗവാന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പാണ് മാതാജി 13ാമത്തെ ശ്ലോകം. ശ്ലോകം 13. വിവർത്തന ശ്രീല പ്രഭാത് കീജയ്. അല്ലയോ ദ്വിജശ്രേഷ്ഠ, ജീവിത വ്യവസ്ഥയും അതായത് ആശ്രമ വ്യവസ്ഥയും വർണ്ണ വ്യവസ്ഥയും അതായത് ജാതി വ്യവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദിഷ്ട സ്വധർമ്മ കർമ്മ അതായത് വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് അനുസൃതമായ തൊഴിൽ സംബന്ധ പ്രവർത്തനങ്ങൾ നിർവഹണത്തിലൂടെ പരമദിവ്യോത്തമ പുരുഷനെ പ്രീതിപ്പെടുത്തുക എന്ന വിശിഷ്ടമായ പരിപൂർണത ഒരാൾക്ക് പ്രാപ്തമാകുന്നു. ഹരേ കൃഷ്ണ. അതായത് ഏറ്റവും ഈ വർണ്ണാശ്രമ ധർമ്മം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പൊ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ ഏറ്റവും പെർഫെക്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ആ ധർമ്മത്തിലെ നിത്യധർമ്മത്തിലും ആയാലും അപരാധർമ്മത്തിലുള്ള ഈ നമ്മുടെ പെർഫെക്റ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും പെർഫെക്ഷൻ എപ്പോഴാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ സന്തുഷ്ടപ്പെടുത്തുമ്പം മാത്രമാണ്. അതായത് നമ്മൾ വേറെ രീതി പറഞ്ഞ സുതഗോസ്വാമി പറയുന്നത്, നമ്മൾ വർണ്ണാശ്രമ ധർമ്മത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിൽ മാത്രമായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത അപ്പം ഇനിയാണ് ശ്രദ്ധയോടെ കേൾക്കുന്നത്, അതിൻ്റെ ബെനിഫിറ്റ് എന്ത്, എന്താണ് അതിൻ്റെ നെക്സ്റ്റ് പ്രോഗ്രഷൻ, അത് വരുന്നതാണ് 14ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ശ്ലോകം 14 വിവർത്തന ശ്രീല പ്രഭാത് കീജയി. ആകയാൽ ഒരാൾ ഏകാഗ്രമായി സദാ ഭക്ത സംരക്ഷകനായ പരമദിവ്യോത്തമ പുരുഷനെ കുറിച്ച് ശ്രവിക്കണം, പ്രകീർത്തിക്കണം, സ്മരിക്കണം, ആരാധിക്കണം. ഹരേ കൃഷ്ണ. അറിയുമോ? അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. തസ്മാത് ഏകേന മനസ ഭഗവാൻ സാത്വതാം പതിഹി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധേയ ധേയശ്ച ധേയ പൂജ്യശ്ച നിത്യത. അതായത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂത ഗോസ്വാമി പറയാണ്, മനുഷ്യജന്മം കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്? ഒറ്റ മനസ്സുണ്ട്. തസ്മാത്, അതുകൊണ്ട് ഏകേന മനസ്സ, ഒറ്റ മനസ്സുകൊണ്ട് എന്ത് ഏകാഗ്രചിത്തനായിട്ട് ഭഗവാനെ സാത്വതാം പതിഹി, അതായത് ഭഗവാനെ സാത്വതാം പതിഹി എന്നാ പറയുന്നത്. അതായത് സാത്വതാം എന്ന് വെച്ചാൽ ഡിവോട്ടീസിന്റെ പതി, പ്രൊട്ടക്ടർ, അങ്ങനെയുള്ള. അതായത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ശരണാഗതി തരുന്നത് ഭഗവാനാണ്, ഭക്തന്മാരെ രക്ഷിക്കുന്ന ആ ഭഗവാനെ തന്നെയാണ് ഏകേന മനസ്സായതുകൊണ്ട് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ശ്രോതവ്യ, കേൾക്കുക. ഫസ്റ്റ് കേൾക്കേണ്ടത് ഫസ്റ്റ് ഉള്ള ലെവൽ കേൾക്കുക. ശ്രോതവ്യ കീർത്തിതവ, കേട്ട് കഴിഞ്ഞിട്ട് മിണ്ടായിരിക്കാനല്ല, പറഞ്ഞ് കേട്ടതിന് റിപ്പീറ്റ് ചെയ്യുക, അപ്പൊ കൂടുതൽ മനസ്സിലാവും. അപ്പം കേൾക്കുക, കീർത്തവ്യസ, പിന്നെ അത് കഴിഞ്ഞിട്ട് ധേയ, മനസ്സിൽ റിമെമ്പർ ചെയ്യുക, എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. ധേയസ, പിന്നെ പൂജസ്, അതായത് വർഷിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ദിവസമാണോ 2 ദിവസമാണോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ ചെയ്യാം, അങ്ങനെയല്ല. ഇത് നിത്യത എന്നാണ് പറയുന്നത്. നിത്യത എന്ന് വെച്ചാൽ എല്ലാ നിത്യ ദിവസവും എന്നല്ല, നിത്യത എന്ന് വെച്ചാൽ ഓൾവേസ് എന്നാണ്. അതായത് എപ്പോഴും. നിത്യത എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്ത് നിത്യ പൂജ എന്ന് പറയുന്ന പോലെ അങ്ങനെ ചെയ്തതല്ല. ഇത് നിത്യത എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ശ്രോതവ്യ, കീർത്തിതസ്യ, ധേയ, പൂജ, ഈ 4 കാര്യങ്ങൾ. അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കേൾക്കണം, ശ്രവണം കേൾക്കണം, ഭഗവാനെ കുറിച്ച് കേൾക്കണം, സംസാരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുക, മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഭഗവാനെ പ്രകീർത്തിച്ചിട്ടുള്ള പാട്ടുകൾ, കീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നാവ് ഉപയോഗിക്കുന്നത് അതിനായിരിക്കണം. 3-മത്തത് എന്തിനാണ്? ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ട്. 4-മത്തെ എന്ത് ചെയ്യാനാണ്? നമ്മൾ ഭഗവാനെ വർഷിപ്പ് ചെയ്യുക, പൂജിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നിത്യത, എല്ലാ സമയത്തും ഒരു സെക്കൻഡ് പോലും നിർവിഘ്നം, ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതിനാണ് ഭക്തി എന്ന് പറയുന്നത്. അതാണ് ഒരു മനുഷ്യനായി കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം ഇതാണ്. ഇത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഭൗതികവാദികൾക്ക്. അതുകൊണ്ട് ഫസ്റ്റ് കാൻഡോയില് 2nd ചാപ്റ്ററിൽ തന്നെ ഈ ഭൗതികവാദികൾ അങ്ങ് ബ്രേക്ക് അടിക്കും. അയ്യോ, ഇതെനിക്ക് പറ്റത്തില്ല, ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എനിക്കെപ്പോഴും കുടുംബം ആയിട്ട് നിൽക്കണം. അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. ഭാഗവതം, ഇവിടെ നിങ്ങൾ വന്ന് ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ കിട്ടും, നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള നോട്ടീസ് ഒന്നും തരുന്നില്ല. കാരണം ഭാഗവതം 2nd ചാപ്റ്ററിൽ 2nd അധ്യായത്തിൽ തന്നെ ധർമ്മപ്രോജിത കൈതവോത്ര എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ എല്ലാം എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഏറ്റവും ഹയസ്റ്റ് റിലീജിയനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അതിന് കേൾക്കാനും അത് സ്വീകരിക്കാനും നമുക്കൊരു യോഗ്യത വേണം. അതിന് യോഗ്യത ഭഗവാനെ വരുത്താനെങ്കിൽ അതിന് എന്താ ചെയ്യേണ്ടത്? വീണ്ടും വീണ്ടും ശ്രവിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ശ്രവിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്, ആദ്യമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം മാധുരി. ഹരേ കൃഷ്ണ. ശ്ലോകം 15 വിവർത്തന ശ്രീല പ്രഭാത് കീജയ്. പരമദിവ്യോത്തമ പുരുഷ സ്മരണത്താൽ ബുദ്ധിമാനായ മനുഷ്യൻ കയ്യിൽ ഖഡ്ഗമേന്തി കർമ്മഫലങ്ങളുടെ ബന്ധങ്ങളെ ഛേദിക്കുന്നു. ആകയാൽ ഭഗവാന്റെ സന്ദേശങ്ങൾക്ക് ആരാണ് ശ്രദ്ധ നൽകാത്തത്? ഹരേ കൃഷ്ണ. സൂതഗോസ്വാമിക്ക് നമ്മളെ അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്, ആരാണ് ശ്രദ്ധ നൽകാത്തതെന്ന്. സൂതഗോസ്വാമി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. കാരണം ഇവിടെ പറയണത് ഏതൊരു വ്യക്തിയാണോ ബുദ്ധിമാൻ, നമ്മളെല്ലാവരും ബുദ്ധിമാന്മാരെന്നാണ് പറയുന്നത്, ഏതൊരു ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി അവൻ്റെ കർമ്മബന്ധനങ്ങളെ മുറിക്കാനുള്ള വാള് അതെന്താണ്? ആക്ച്വലി കർമ്മബന്ധങ്ങളെ മുറിക്കാൻ പറ്റത്തില്ല. കാരണം കർമ്മബന്ധങ്ങളെ നമുക്ക് എവിടെ പോയി ഒളിച്ചാലും
ഏതെല്ലാം ജന്മത്തിൽ എത്രയെല്ലാം ജന്മം എടുത്താലും നമ്മൾ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടിനും, നമ്മൾ അനുഭവിക്കുന്ന ഓരോ പരിമിതിക്കും, ഫിസിക്കലായിട്ടുള്ള പരിമിതിയാവാം, മെൻ്റലായിട്ടുള്ള പരിമിതിയാവാം, ഇതിൻ്റെ ഓരോ റീസൺ എന്താണ്? നമ്മുടെ തന്നെ സ്വയം കൃത അനർത്ഥമാണ്. അത് നമ്മൾ മനസ്സിലാക്കി ഈ അനർത്ഥങ്ങളെ എങ്ങനെ, കർമ്മബന്ധനത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അതിന് കർമ്മബന്ധങ്ങളെ മുറിക്കുന്ന വാള് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഭഗവാൻ സാത്വതാപതി അല്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ച് നമ്മൾ നമ്മൾ കേൾക്കുക, കൃഷ്ണൻ്റെ ലീലകൾ, കൃഷ്ണൻ്റെ നാമങ്ങൾ, കൃഷ്ണൻ്റെ പ്രശസ്തി, ലീലകൾ, രൂപങ്ങൾ കേൾക്കുക. ഇത് മാത്രം ചെയ്യുന്നത് വഴി, ഭഗവാനെക്കുറിച്ച് നമ്മൾ ശ്രവിക്കുന്നത് വഴി തന്നെ നമ്മുടെ കർമ്മബന്ധനങ്ങളെ ഒരു വാളെടുത്ത് വെട്ടുന്നതിന് തുല്യമാണ്. ഒരു വാളെന്ന് പറഞ്ഞാൽ ചെറിയ കത്തിയല്ല. കത്തി മുറിക്കുക എന്നാൽ കത്തി തന്നെ നമ്മുടെ കയ്യിലെ മുറിയും. വാൾ വെച്ച് വെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ രണ്ടായിട്ട് മുറിയാം. അത്രയ്ക്ക് പെർഫെക്ഷനോടെ ഈ ബന്ധനങ്ങളെ എല്ലാം മുറിക്കാനുള്ള വാളാണ് ഭഗവാന്റെ മെസ്സേജസ് കേൾക്കുക എന്നുള്ളത്. എന്നിട്ടാണ് സുധഗോസ്വാമി ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള മെസ്സേജ് ചോദിക്കാൻ കേൾക്കാൻ ആരാണ് താല്പര്യപ്പെടാത്തതെന്ന്. പക്ഷെ കലിയുഗത്തിലുള്ള ബദ്ധജീവികൾക്ക് അതിൽ നിന്ന് താല്പര്യമില്ല. അതിനെക്കുറിച്ച്, കർമ്മത്തെക്കുറിച്ച് പോലും കേൾക്കാൻ താല്പര്യമില്ല എന്ന് സൂത ഗോസ്വാമി ശ്രദ്ധിച്ചില്ല ഇവിടെ. അതിന് ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മളെല്ലാവരും തന്നെ. അടുത്തത് ഇനി അപ്പൊ കേൾക്കുമ്പോൾ ഈ ഭഗവാന്റെ ശ്രവണം കേൾക്കുമ്പോൾ എന്ത് പറ്റും എന്നുള്ളതാണ് അടുത്ത ശ്ലോകം. മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 16. വിവർത്തന ശ്രീല പ്രഭുപാദ് കീ ജയ്. അല്ലയോ ദ്വിജ സന്യാസി ശ്രേഷ്ഠരെ, സർവഭാവ നിർമുക്തരായ ശുദ്ധ ഭക്തരുടെ സേവനത്തിലൂടെ മഹത് സേവനമാണ് നിർവഹിക്കപ്പെടുന്നത്. അത്തരം സേവനങ്ങളിലൂടെ വാസുദേവ സന്ദേശങ്ങൾ ശ്രവിക്കുവാനുള്ള അഭിരുചി ഒരാൾ നേടുന്നു. സോറി, ഇതില് ഈ പറഞ്ഞ ശ്രവണം പലർക്കും ശ്രവിക്കാൻ താല്പര്യമില്ല. അപ്പൊ ആരാണ് ശ്രവിക്കാൻ താല്പര്യം ഇല്ലാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ചിലർക്ക് താല്പര്യം ഇല്ലാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ. അപ്പൊ അതിനുള്ള റീസണ് സൂതഗോസ്വാമി പറയുന്നുണ്ട്. എന്താണ് ശ്രവിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനം ചെയ്യുക എന്നുള്ളതാണ്. ആർക്ക്? ഭക്തന്മാർക്ക്. ഇങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഞാൻ ഒരു എന്താ പറയണ, സാധാരണ കാണുന്ന പോലെ ഉള്ള സ്വാമികളും ആസാമികളായിട്ടുള്ള ആൾക്കാരല്ല. ഏതൊരു വ്യക്തിയാണോ കാമക്രോധ ലോപമോഹാദികളിൽ നിന്ന് മുക്തമായിട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാർ, സാത്വതാം പതിയെ ഭഗവാന്റെ ഭക്തന്മാര്, അവരൊന്നും പ്രതീക്ഷിക്കാത്ത ആരിയ്ക്കുന്നോ അവരെ സേവിക്കുന്നത് വഴി വളരെയധികം നല്ല സേവനം നടക്കുന്നുണ്ട്. അങ്ങനെ സേവനം ചെയ്യുമ്പോൾ ആണ് വാസുദേവനെ കുറിച്ച് കേൾക്കാനുള്ള കഥയിലുള്ള രുചി, വാസുദേവ കഥാരുചി വരുന്നത്. എങ്ങനെ? ശുശ്രൂഷോ ശ്രദ്ധാനസ്യ. അങ്ങനെ അതിന് ക്വാളിഫിക്കേഷൻ എന്താ? സ്യത് മഹത് സേവയാ വിപ്ര. അപ്പൊ ഇതാണ് അപ്പൊ കേൾക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞു. കേട്ടാൽ എന്താണ് ബെനിഫിറ്റ് എന്നും പറഞ്ഞു. ഇനി അടുത്തത് 17ാമത്തെ വേഴ്സ്. ശ്ലോകം 17. വിവർത്തന ശ്രീല പ്രഭുപാദ് കീ ജയ്. പതിവായുള്ള ഭാഗവത കഥാശ്രവണത്തിലൂടെയും ശുദ്ധഭക്ത സേവനത്തിലൂടെയും ഹൃദയ മാലിന്യങ്ങളെല്ലാം നശിക്കുന്നു. അതോടൊപ്പം തന്നെ അതീന്ദ്രിയ ഗാനങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പരമദിവ്യോത്തമ പുരുഷങ്കിലുള്ള പ്രേമഭക്തിയുത സേവന ദൃഢമായ പരമാർത്ഥമായി ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അതായത് ഇവിടെ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിനെ കുറിച്ച് പറയാണ്. ഇപ്പം ശൃണുതാം സ്വഗതാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന. അതായത് ഭഗവാനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ എന്ത് പറ്റും? ആ ഭഗവാൻ ശ്രീകൃഷ്ണ, അതായത് സോറി, നമ്മൾ ഇത് തന്നെ ശ്രവണം. ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ പരമാത്മാവ് ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ശ്രവണം കേൾക്കുമ്പോൾ ഫസ്റ്റ് ഭഗവാൻ ചൂലെടുക്കും. എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള കൽമശങ്ങളെല്ലാം തൂത്ത് കളയുക ചെയ്യുന്നത്. ഭഗവാന്റെ ജോലി അതാണ്. എന്നിട്ട് തൂക്കത്ത് കളയുന്ന എന്താണ്? നമുക്ക് ഉള്ള ഭൗതിക വാസനകൾ, ആത്മീയമായിട്ട് രസിക്കാനുള്ള, എൻജോയ് ചെയ്യാനുള്ള വാസനകൾ തൂത്ത് കളയും. അപ്പൊ ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റെ കഥകൾ ശ്രവിക്കാനും ഭഗവാന്റെ നാമങ്ങള്, രൂപങ്ങള്, ഗുണങ്ങള്, ലീലകൾ ശ്രവിക്കാൻ ഉത്സുകരായിട്ടിരിക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ നിന്നും ഈ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളെല്ലാം ഭഗവാൻ തൂത്ത് കളഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഈ ഭഗവാന്റെ
ലീലകൾ, ഗുണങ്ങൾ, നാമം ശ്രവണം ജസ്റ്റ് ശ്രവിക്കാൻ തന്നെ അതിശ്രേഷ്ഠമാണ്. അത് പൂർണ്ണമായിട്ടും ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അയാൾക്ക് ഈ ഭൗതിക ആസക്തി കുറയുന്നതായിട്ട് കാണാം. അപ്പം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ മാർക്കിടണം. ഇന്നലെ ഉണ്ടായിരുന്ന അത്ര ആസക്തി എനിക്ക് ഇന്നുണ്ടോ? ഭൗതികമായിട്ടുള്ള ആസക്തി ഉണ്ടോ? അത് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നാമം ജപം, നമ്മൾ ചെയ്യുന്ന സേവ പെർഫെക്റ്റ് അല്ല. നമുക്ക് ആസക്തി ഉണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി നമ്മുടെ ഭക്തിയുത സേവനം ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ, സൂതഗോസ്വാമി പറഞ്ഞ രീതിയിൽ പെർഫെക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആസക്തി കുറയുന്നതായിട്ടാണ്. ഇതാണ് നമ്മുടെ ഭക്തിയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഭക്തി പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ കാമാസക്തി കുറയണം. ഓക്കെ, അടുത്ത 18ാമത്തെ. ശ്ലോകം 18. വിവർത്തന ശ്രീല പ്രഭാത് കീജി. നിത്യേനയുള്ള ഭാഗവത ശ്രവണത്തിലൂടെയും ശുദ്ധഭക്തന്മാരെ സേവിക്കുന്നതിലൂടെയും ഹൃദയത്തെ പ്രക്ഷുബ്ധമാക്കുന്നതൊക്കെയും പരിപൂർണമായി നശിപ്പിക്കപ്പെടുന്നു. മാത്രവുമല്ല, അതീന്ദ്രിയ പ്രാർത്ഥനാ ഗീതങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പരമദിവ്യോത്തമ പുരുഷന്റെ പ്രേമയുക്ത സേവനം പിൻവലിക്കാനോ മാറ്റാനോ സാധ്യമല്ലാത്ത കർമ്മമായി സ്ഥിരീകൃതമാകുന്നു. ഹരേ കൃഷ്ണ. അചഞ്ചലമായിട്ട് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഭഗവാന്റെ ഭക്തി കിട്ടാനുള്ള വഴിയാണ് ഇവിടെ സൂതഗോസ്വാമി പറയുന്നത്. അതെങ്ങനെയാണ്? നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ. ഭാഗവതം, ഈ പറയുന്ന ഭാഗവതം നമ്മൾ ശ്രവിക്കുകയാണെങ്കിൽ, നിത്യേന ശ്രവിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓൾമോസ്റ്റ് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ അതെല്ലാം കളയും. ഇവിടെ എന്തിനാണ് ഈ ഓൾമോസ്റ്റ് എന്ന് പറയുന്നത്? കാരണം ഭാഗവതം കള്ളം പറയുന്നില്ല. മനസ്സിന്റെ ബുദ്ധിമുട്ടെല്ലാം പോകും എന്നല്ല പറഞ്ഞേക്കുന്നത്, ഓൾമോസ്റ്റ് എല്ലാം പോകും എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഭാഗവതം നേരത്തെ പറഞ്ഞ പോലെ കള്ളത്തരത്തിന്റെ റിലീജൻ അല്ല, അരിബാഗിന്റെ റിലീജൻ അല്ല, അരിബാഗ് തന്നിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള റിലീജൻ അല്ല. ഇവിടെ ജസ്റ്റ് അല്ലെങ്കിൽ പൈസ തന്നിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള റിലീജൻ അല്ല. ഇവിടെ നിങ്ങൾക്ക് ഹയസ്റ്റ് പെർഫെക്ഷൻ വേണോ, നിങ്ങൾ വന്നാൽ മതി എന്നുള്ള രീതിയാണ് വേണം ഇവിടെ. അപ്പം ഭഗവാൻ നമ്മുടെ മനസ്സിൽ ട്രബിളായിട്ടുള്ളതെല്ലാം പോവും എന്ന് പറഞ്ഞില്ല. നമ്മളുടെ ഹേർട്ടിന് ട്രബിൾ ആവുന്ന എല്ലാം തന്നെ ഓൾമോസ്റ്റ് പോകും. കാരണം എന്താ? എന്നിട്ട് അല്ല, അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റും? അത് ഓൾമോസ്റ്റ് പോയതിനു ശേഷം ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് സേവ ചെയ്യാനുള്ള, ഭഗവാന്റെ അടുത്തുള്ള സേവ ചെയ്യാൻ നമുക്ക് താല്പര്യമാവും. അത് ഭഗവാന്റെ ശ്രവണം കേൾക്കാൻ നമുക്ക് താല്പര്യം വരും. ഇത് രണ്ടും, അതായത് ഭഗവത് ശ്രവണവും ഭഗവത് സേവയും നമുക്കുള്ളയിൽ നിന്നും ഒരിക്കലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പോവില്ല. അത് കിട്ടാൻ, അങ്ങനെ ഒരു അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തിൽ എത്തണമെങ്കിൽ, അതായത് ശ്രദ്ധയിൽ നിന്ന് നിഷ്ഠയിലോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഭാഗവതം ശ്രവിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിത്യേന ഭാഗവതം ശ്രവിക്കുന്ന വഴി നമുക്ക് ശ്രദ്ധാലു എന്നുള്ള സ്റ്റേറ്റിൽ നിന്നും നിഷ്ഠയിലോട്ട് പോകാൻ പറ്റും. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം 19. വിവർത്തന ശ്രീല പ്രഭാത് കീജയ്. പിൻവലിക്കാനോ മാറ്റാനോ സാധ്യമല്ലാത്ത പ്രേമയുക്ത സേവനം ഹൃദയത്തിൽ സ്ഥാപിതമായ ശേഷം രജോ തമോ ഗുണഫലങ്ങളായ ഭോഗേച്ഛ, കാമം, അഭിലാഷം എന്നിവ ഹൃദയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അനന്തരം സത്വഗുണത്തിന് അധിഷ്ഠിതമാകുന്ന ഭക്തൻ പരിപൂർണ സന്തോഷവാനായി തീരുന്നു. ഹരേ കൃഷ്ണ. ഹരി ഗോ. അപ്പം നമുക്ക് ഭക്തിയുത സേവനം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ, ഹൃദയത്തിൽ ഭക്തിയുത സേവനം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഭഗവാനെ കുറിച്ച് സേവ ചെയ്യാൻ, ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള താല്പര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭഗവാനെ സേവ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. ഇത് രണ്ടും വന്നതോടുകൂടി രജോ ഗുണവും തമോ ഗുണവും ഇല്ലാതാകുന്നു. അതേപോലെ കാമക്രോധ ലോഭ മോഹാദികളും ആഗ്രഹങ്ങളും എല്ലാം ഹൃദയത്തിൽ നിന്ന് പോയി ആ വ്യക്തി ശുദ്ധ സത്വഗുണത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ സത്വഗുണത്തിൽ എത്തുമ്പോൾ അയാൾ വളരെ സന്തുഷ്ടനാകുന്നു. സത്വഗുണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സന്തുഷ്ടി എന്നാണ്. ഇനി സത്വഗുണത്തിൽ നിന്ന് എന്ത് പറ്റും എന്നുള്ളതാണ് അടുത്തത്. ഹരേ കൃഷ്ണ. ശ്ലോകം 20.
വിവർത്തന ശ്രീല പ്രഭുപാദ് കീജി. അപ്രകാരം ശുദ്ധ തത്വഗുണത്തിൽ സ്ഥാപിതമാകയാൽ ഭഗവത് ഭക്തിയുടെ സേവന സമ്പർക്കത്തിലൂടെ ഉത്തേജിതനായ മനസ്സോടുകൂടിയ ഒരാൾ സമസ്ത ഭൗതിക സംസർഗത്തിൽ നിന്ന് സ്വതന്ത്രമായി മോക്ഷാവസ്ഥയിൽ പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിച്ച ഉത്തമ ശാസ്ത്രീയ ജ്ഞാനം നേടുന്നു. ഹരേ കൃഷ്ണ. അതേപോലെ ഇപ്പൊ സത്വഗുണത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്ത് പറ്റും? സത്വഗുണത്തിൽ നിന്നും അതിനും മേളിലുള്ള ശുദ്ധ സത്വ ലെവലിലോട്ട് പോകും. ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന സത്വഗുണത്തിൽ നിന്നും ശുദ്ധ സത്വത്തിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ മനസ്സ് ഭക്തിയുടെ സേവനത്തിന്റെ സാമീപ്യത്താൽ ജീവൻ വെക്കുന്നു. അത് വേറെ രീതി പറഞ്ഞാൽ ശുദ്ധസത്വത്തിലാണ് ശരിക്കും നമ്മുടെ ഭക്തിയുത സേവനം തുടങ്ങുന്നത്. അതുവരെ അതിനുള്ള പ്രിപ്പറേഷനേ ആയിട്ടുള്ളൂ. ശുദ്ധസത്വത്തിൽ പ്രിപ്പറേഷൻ തുടങ്ങി. അവിടെ തുടങ്ങുന്നതിന് അർത്ഥം എന്താണ്? ഭഗവാനെ കുറിച്ച് ഗെയിൻസ് പോസിറ്റീവ് സയന്റിഫിക് നോളജ് എന്നാണ് പറയുന്നത്. അത് ശാസ്ത്രീയമായിട്ടുള്ള, അല്ലാതെ അന്ധവിശ്വാസമല്ല, ശാസ്ത്രീയമായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള നോളജ് കിട്ടുന്നു. അങ്ങനെ കിട്ടുമ്പോൾ എല്ലാ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നും ഭൗതികമായുള്ള ആസക്തിയിൽ നിന്നും പുള്ളി ഓട്ടോമാറ്റിക്കലി മുക്തനാകുന്നു. അപ്പം മുക്തയാവുമ്പോൾ അടുത്ത ലെവല് 21. മാതാജി. ഹരേ കൃഷ്ണ. 21 വിവർത്തനം ശ്രീല പ്രഭുപാദ് കീജയ്. അപ്രകാരം ഹൃദയബന്ധങ്ങൾ ഭേദിക്കപ്പെടുകയും സർവ ആശങ്കകളും ഖണ്ഡം ഖണ്ഡമായി ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ആത്മാവിനെ യജമാനനായി ദർശിക്കുമ്പോൾ ഫലങ്ങൾ ഉളവാക്കുന്ന കർമ്മ ശൃംഖല അവസാനിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാനെ നമ്മൾ മാസ്റ്ററായിട്ട് കാണുമ്പോൾ എങ്ങനെയാ പറ്റുന്നത്? അതിനെ കാണണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഗ്രന്ഥികൾ, കെട്ടുപാടുകളെ വെട്ടിക്കളയണം. നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന പോലെ ഹൃദയത്തിൽ ബ്ലോക്ക് വരുമ്പോൾ അതെടുത്ത് മാറ്റും. അതേപോലെ ഇവിടെ ശരിക്കുള്ള ബ്ലോക്ക് കിടക്കുകയാണ്, പിടിഞ്ഞ് കിടക്കുകയാണ്. അതിനെ ആ കർമ്മബന്ധനത്താൽ അതിനെ എല്ലാം ഛിന്നഭിന്നമാക്കാൻ വേണ്ടിയിട്ട് ഈ ശുദ്ധസത്വത്തിലുള്ള ഭക്തിയുത സേവനം കൊണ്ട് പറ്റും. അങ്ങനെ ആയി കഴിയുമ്പോൾ കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും ആ ആത്മാവ് മുക്തനാവുന്നു. ശുദ്ധസത്വത്തിൽ ഏത് വ്യക്തി എത്തുന്നോ ആ വ്യക്തി പിന്നെ കർമ്മ ബന്ധനത്തിലല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയണത്, ഭഗവാൻ നമ്മൾ ഭക്തിയുത സേവനത്തിലേറി നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് ശരണം പ്രാപിച്ച് ഇനിഷ്യേഷൻ എടുക്കുമ്പോൾ ഗുരു പാപങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ കർമ്മബന്ധങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും. അത് കഴിഞ്ഞാൽ പുതിയൊരു ജന്മമാണ് കിട്ടുന്നതെന്ന് പറയണത് വെറുതെ അല്ല. പക്ഷെ അവിടെ ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടത് നമ്മൾ ശുദ്ധസത്വത്തിലിരിക്കണം. അടുത്തത് 22ാമത്തെ ശ്ലോകം. 22 വിവർത്തന ശ്രീല പ്രഭാത് കീജി. ആകയാൽ നിശ്ചയമായും സ്മരണാതീത കാലം മുതൽ സർവ അതീന്ദ്രിയവാദികളും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് ഭക്തിയുത സേവനം അതീവ ആനന്ദത്തോടെ സമർപ്പിക്കുന്നു. തന്നിമിത്തം അത്തരം ഭക്തിയുത സേവനം ആത്മാവിനെ ഉത്സാഹഭരിതമാക്കുന്നു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. 22. അപ്പൊ അങ്ങനെ ഇതുകൊണ്ട് ഈ ഭക്തിമുത സേവനത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ചെയിൻ ഓഫ് റിയാക്ഷൻസിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റുന്ന ഈ ഭക്തിയുത സേവനം ആണ് പണ്ട് മുതൽ എല്ലാ സന്യാസിമാരും വളരെയധികം ആകാംക്ഷയോടുകൂടി ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താണ്? ഈ ഭക്തിയുത സേവനം സ്വയം ആത്മാവിനെ വളരെയധികം സന്തുഷ്ടനാക്കുന്നു. ഇവിടെ നമ്മൾ ഇവിടെ വെച്ച് നിർത്താം. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു സമ്മറി ആയിട്ട് പറയാം. എന്താണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്? ഒക്യുപ്പേഷൻ, ജോലി എന്ന് പറയും. അതിൻ്റെ പെർഫെക്ഷൻ എന്താണ്? ഏറ്റവും പെർഫെക്റ്റ് ജോലി എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വേറെ ഒരു ലക്ഷ്യവും പാടില്ല എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ഒരാൾ എങ്ങനെയാണ് ഭക്തിയുത സേവനം ചെയ്യേണ്ടത്? അഹൈതുകയായിരിക്കണം, അപ്രതിഹതയായിരിക്കണം. അതിന് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഭഗവാന്റെ ശ്രവണത്തിലൂടെയാണ്. അപ്പം 1 പോയിന്റഡ് അറ്റൻഷനോടെ ഇരുന്ന് ഒരാൾ ഗ്ലോറിഫൈ ചെയ്യണം, റിമെമ്പർ ചെയ്യണം. അതായത് ശ്രോതവ്യ, കീർത്തിതവ്യ, ധേയ, പൂജ്യസ്, ഇതാണ് ചെയ്യേണ്ടത്. അത് ആരെക്കുറിച്ച് ചെയ്യണം? സാത്വതാംപതി, ഭഗവാനെ കുറിച്ച് ചെയ്യണം. ഏത് ഭഗവാൻ? സാത്വതാംപതിയായിട്ടുള്ള ഭഗവാനെ കുറിച്ച്. അങ്ങനെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആള് ഇതെല്ലാം ചെയ്യുമ്പോൾ ഭക്തിയുത സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് ശ്രവണത്തിലൂടെയാണ്. ഭഗവാന്റെ മെസ്സേജ് ശ്രവിക്കുന്നത് വഴി തന്നെ കർമ്മബന്ധനങ്ങളെ ഇല്ലാതാക്കുന്നു. ആർക്കാണ് താല്പര്യമില്ലാത്തതെന്ന് വരെ ചോദിക്കുന്നു. ഇനി താല്പര്യമില്ലാതെ വരുന്ന എന്തുകൊണ്ടാണ്?
നമുക്ക് ഭഗവാന്റെ ഭക്തന്മാരുടെ സേവ ചെയ്യാത്തത് കൊണ്ടാണ്. ആരാണോ ഭഗവാന്റെ ഭക്തന്റെ സേവ ചെയ്യുന്നത് അവർക്ക് ഭഗവാന്റെ മെസ്സേജസ് കേൾക്കാനുള്ള താല്പര്യം ജനിക്കുന്നു. അങ്ങനെ ജനിക്കുമ്പം എന്തു പറ്റും? അവർ കേട്ടോണ്ടിരിക്കുമ്പം എന്തു പറ്റും? ഭഗവാൻ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ഹൃദയത്തിലുള്ള കൽമശങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കാമത്തിൽ നിന്നും രക്ഷിച്ചു തരുന്നു. അങ്ങനെ നമ്മൾ ദിവസേന ഭാഗവതം ശ്രവിക്കുന്നത് വഴി ഹൃദയത്തിലുള്ള കൽമശങ്ങളെല്ലാം ഓൾമോസ്റ്റ് പോയി, വിഷമങ്ങളെല്ലാം ഓൾമോസ്റ്റ് പോയിട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാന്റെ സേവ ഇറവോക്കബിൾ ഫാക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പം പ്രകൃതിയുടെ രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും രക്ഷപ്പെട്ട് സത്വഗുണത്തിലെത്തുകയും സന്തുഷ്ടനാവുകയും ചെയ്യുന്നു. ഇനി സന്തുഷ്ടനായിട്ടിരിക്കുന്ന സത്വഗുണത്തിൽ നിന്നും അതിൽ നിന്നും ശുദ്ധ സത്വത്തിലെത്തി അവിടെ ഡിവോഷണൽ സർവീസിൽ തുടങ്ങുകയും ഭഗവാനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള സയൻറ്റിഫിക് നോളജ് കിട്ടുകയും ചെയ്യുന്നു. ആ സ്റ്റേജിൽ പ്രകൃതിയിൽ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള യാതൊരു ആഗ്രഹവും വാഞ്ചയും ഇല്ലാതാവുന്നു. ഇങ്ങനെ ആണ് ഹൃദയത്തിലുള്ള ഗ്രന്ഥികൾ ഇല്ലാതാവുകയും കർമ്മത്തിൽ നിന്നും ഒരു വ്യക്തി രക്ഷപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഭഗവാൻ ധാമത്തിലോട്ട് തിരിച്ചു പോകാൻ പറ്റുക എന്നുള്ളതാണ് ഭാഗവതത്തിലെ വളരെ തുടക്കത്തിൽ തന്നെ സൂത ഗോസ്വാമി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, 7 മണിയാവാറായി, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സമയമുണ്ടോ അറിയില്ല. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാസ് പ്രഭു. വളരെ 7 മണിക്ക് മുമ്പ് അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ഹരേ കൃഷ്ണ. പിന്നെ ഇത് പ്രഭു ഒരു ഭക്തയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രഭുവിനോ എനിക്കോ പതിത പ്രഭുവിനോ സ്വയം സമ്പൂർണ്ണ പ്രഭുവിനോ ഇത് ആപ്ലിക്കബിൾ ആണ് ഈ പറഞ്ഞതൊക്കെ. നോർമൽ ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഇപ്പൊ എനിക്കും ആപ്ലിക്കബിൾ ആണെന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? അത് നമുക്ക് ഞങ്ങളെ മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സൂത ഗോസ്വാമി പറയുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ഏതൊരു വ്യക്തിയും ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും അത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കണം ചെയ്യുന്നതാണ്. അതിനാണ് മനുഷ്യജന്മം തന്നേക്കുന്നത്. ഇനി നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് അടുത്ത മനുഷ്യ ശരീരം കിട്ടില്ല. മനുഷ്യശരീരം കിട്ടിയാൽ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതൊക്കെയാണ് കർമ്മബന്ധനത്തിനായിട്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പല പല ജന്മങ്ങളിൽ ചെയ്ത പ്രാരബ്ധത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ജന്മത്തിൽ എന്ത് ചെയ്യണം എന്നാണ് സൂത ഗോസ്വാമി പറയണത്. അതിപ്പോൾ ഒരാൾക്കോ രണ്ടാൾക്കോ വേണ്ടിയല്ല. ഇപ്പം ഞാനായാലും വൈദ്യപ്രഭു ആയാലും എന്താ പറയണേ, രാജാവിൻ്റെ മക്കളോ അല്ലെങ്കിൽ സ്വർണ്ണകരണ്ടി കൊണ്ടോ ജനിച്ചവരോ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ആൾക്കാരോ ഒന്നുമല്ല. എന്തോ ഭഗവാന്റെയും ഗുരുവിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഭഗവാനെക്കുറിച്ച് ഒരു ഇച്ചിരിയെങ്കിലും പറയാനൊരു താല്പര്യമുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ യാതൊരു ക്വാളിഫിക്കേഷനും എനിക്കില്ല. തീർച്ചയായിട്ടും അതിനകത്ത് എന്താ പറയണേ, കാമം എൻ്റെ കുറവാണെന്നോ ഭൗതികമായിട്ടുള്ള ആസക്തി കുറവാണെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു ക്വാളിഫിക്കേഷനും മെഷർ ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ എന്നാലും എൻ്റെ ഒരു ശ്രമം എന്ന് പറയുന്നത് ഓരോ ദിവസവും എന്തെങ്കിലും ആഗ്രഹങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഭഗവാന് വേണ്ടി ചെയ്യാൻ പറ്റും, ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ നോക്കുന്നത്. അതിനുള്ള കാരണം ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞുകൊണ്ട് മാത്രം. അത് വായിക്കാനുള്ളത്, അതിൽ മനസ്സിലാക്കാനുള്ള എന്താ പറയണേ അവസരം ഭഗവാൻ എനിക്ക് തന്നുകൊണ്ടും ഗുരുവിൻ്റെ കൃപ കാരണവും എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് മഹാരാജ പറഞ്ഞിട്ടുണ്ട്. ഈ ഈ കാൻഡോയിലെ ഈ ശ്ലോകം, ഈ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഫുള്ള് മനസ്സിലാക്കി, പഠിക്കാന്ന് വെച്ചാൽ മനസ്സിലാക്കി ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവനാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭക്തൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഭക്തനാവണമെങ്കിൽ ഈ സെക്കൻഡ് ചാപ്റ്ററിലെ ഓരോ ശ്ലോകവും അപഗ്രഥിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അങ്ങനെയുള്ള ഒരു വ്യക്തനെ മനുഷ്യനെന്നും പോലും വിളിക്കാൻ പറ്റൂ. കാരണം സൂത ഗോസ്വാമി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ആഗ്രഹവും ഭഗവാന് വേണ്ടിയായിരിക്കണം, ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി ആകരുത് എന്നുള്ള ഒരു നിയമമാണ് പറയുന്നത്. അത് ഇന്നയാൾക്ക് മാത്രമാകാം, അല്ലെങ്കിൽ ഭക്തിയുത സേവനം ചെയ്യുന്നയാൾക്ക് മാത്രമാണ് എന്നെപ്പോലെ കഷ്ടപ്പെടുന്നയാൾക്കുള്ളതല്ല എന്നൊരിക്കലും ഒരിടത്തും സൂത ഗോസ്വാമി പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് മാതാജി അല്ലെങ്കിൽ ഇത് മാതാജിയാണ് ചോദിച്ചത്. ആ മാതാജിയുടെ ചോദ്യത്തിൻ്റെ പ്രമീസ് തന്നെ, അടിസ്ഥാനം തന്നെ തെറ്റാണ്. കാരണം ഇവിടെ ഇത്രയും വായിച്ചതിൽ
ഒരിക്കലും പറഞ്ഞിട്ടില്ല കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭക്തിയുത സേവനം ചെയ്യേണ്ടെന്ന്. അവിടെ ഈ സൂതഗോസ്വാമി പറയണത് മനുഷ്യന്മം കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന്മത്തിൻ്റെ ഓരോ നിശ്വാസവും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം എന്നാണ് പറയുന്നത്. എന്ത് ഭഗവത് സേവ ചെയ്യണം എന്നല്ല പറഞ്ഞാൽ, എന്ത് ജോലി ചെയ്താലും അത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം. ഏറ്റവും ബെയർ മിനിമം ജോലി ചെയ്യാൻ പെർമിഷൻ ഉണ്ട്, അത് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം. ബാക്കി എല്ലാം തന്നെ ഭഗവാന്റെ തൃപ്തിക്കായിരിക്കണം ചെയ്യണമെന്ന അതൊരു നിയമമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതൊരു മനുഷ്യ ജന്മത്തിനുള്ള നിയമമാണ്. ഓക്കെ പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എല്ലാ ഡിവോട്ടീസിനും